പണ്ട് പണ്ട് വളരെ പണ്ടാണ് ഈ കഥ നടക്കുന്നത്. ആഫ്രിക്കയിലെ ടാൻസാനിയ എന്ന് പറയുന്ന സ്ഥലം അവിടുത്തെ മൃഗങ്ങളുടെ സാമ്രാജ്യമാണ്. ആ സാമ്രാജ്യം ഭരിക്കുന്നത് ഒരു കൂട്ടം സിംഹങ്ങളാണ്. അവരുടെ രാജാവായിരുന്നു കിങ് മുഫാസ. ഇന്ന് അവിടെ അവരെ സംബന്ധിച്ചിട്ട് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ നേരം വെളുത്തപ്പോ എല്ലാ മൃഗങ്ങളും പ്രൈഡ് റോക്കിന്റെ അടുത്ത് തടിച്ചുകൂടിയിട്ടുണ്ട്. ഈ പ്രൈഡ് റോക്കിന്റെ മുകളിൽ നിന്നിട്ടാണ് മുഫാസ എല്ലാവർക്കും നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവായ മുഫാസയ്ക്കും അവന്റെ റാണിയായ സരാബിക്കും ഒരു കുഞ്ഞ് ജനിച്ചു. സിംബ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. വളരെ സുന്ദരനായിരുന്നു അവൻ. രാജാവിന് ഒരു അഡ്വൈസർ ഉണ്ടായിരുന്നു. അവന്റെ പേരാണ് റാഫിക്കി. മാൻഡ്രിൽ എന്ന വിഭാഗത്തിൽ വരുന്ന ഒരു കുരങ്ങാണത്. ആ കുരങ്ങാണ് സിംബയുടെ തലതൊട്ടപ്പൻ. റാഫിക്ക് പ്രൈഡ് റോക്കിന്റെ മുകളിലേക്ക് വന്നിട്ട് അവന്റെ അമ്മയുടെ കയ്യിൽ നിന്നും സിംബയെ വാങ്ങിക്കുകയാണ്. അതിനുശേഷം അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന മുഴുവൻ മൃഗങ്ങൾക്കും കാണാൻ വേണ്ടിയിട്ട് റാഫിക്ക് സിംബയെ ഇങ്ങനെ പൊക്കി പിടിക്കുകയാണ്. രാജകുമാരനെ കാണുമ്പോൾ ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ ഒച്ചത്തിൽ ആർപ്പ് വിളിക്കാൻ തുടങ്ങി. സിംബ വളർന്നു വലുതായി കഴിഞ്ഞാൽ അടുത്തതായിട്ട് രാജാവാകാൻ പോകുന്ന അവനാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഒരു എലി ഇപ്പോ അതിന്റെ ഭക്ഷണം അന്വേഷിച്ച് നടക്കുകയാണ്. ഒരു ഗുഹയുടെ അടുത്താണ് അവനിങ്ങനെ ഭക്ഷണം തപ്പിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവനൊരു പൂവ് കണ്ടെത്തി അതിൽ നിന്ന് ഭക്ഷിക്കാൻ തുടങ്ങുമ്പോഴാണ് മറ്റൊരു സിംഹം അങ്ങോട്ട് വരുന്നത്. ഇവന്റെ പേരാണ് സ്കാർ. കിങ് മുഫാസയുടെ ബ്രദറാണിവൻ. അവൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സിംഹമാണ്. അവനങ്ങനെ പ്രൈഡ് ഒന്നുമില്ല. ഇന്ന് ഭക്ഷണമൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ അവൻ ആ എലിയാണ് പിടിക്കുന്നത്. എലിയാണെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനത് കഴിയുന്നില്ല. അങ്ങനെ സ്കാർ ആ എലിയെ തിന്നാൻ തുടങ്ങുമ്പോഴാണ് സാസു എന്നു പേരുള്ള ഒരു വേഴാമ്പൽ അങ്ങോട്ട് വരുന്നത്. ഈ സാസു രാജ്യസഭയിലെ ഒരു അംഗമാണ്. ഇവന്റെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിന്റെ ഉത്തരവൊക്കെ ബാക്കിയുള്ള മൃഗങ്ങളെ അറിയിക്കുക. അതേപോലെ തന്നെ ആ സാമ്രാജ്യത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് രാജാവിനെ അറിയിക്കുക. ഈ ഒരു ജോലിയാണ് സാസു ചെയ്യുന്നത്. ഹേയ് സ്കാർ, അത്യാവശ്യമായിട്ട് നിങ്ങളോടൊന്ന് മുഖം കാണിക്കാൻ വേണ്ടി രാജനങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് സാസു പറയുന്നത്. എന്നാൽ സാസു അത് സംസാരിക്കുന്നതിന്റെ ഇടയിൽ സ്കാറിന്റെ കയ്യിലുള്ള എലി അങ്ങോട്ട് രക്ഷപ്പെടുകയാണ്. അത് കാണുമ്പോൾ സ്കാറിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. നീ എന്താണ് സാസു കാണിച്ചത്? നീ കാരണം എന്റെ ഇന്നത്തെ ഭക്ഷണമാണ് എനിക്ക് ഇല്ലാതായത്. അതുകൊണ്ട് ഇന്നത്തെ എന്റെ ഭക്ഷണം ഇനി നീയാണ് എന്ന് പറഞ്ഞിട്ട് സ്കാർ സാസുവിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. സാസു ആണെങ്കിൽ അവനെ കൊണ്ടാവുന്ന രീതിയിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. നീ എന്താണ് സ്കാർ ഈ കാണിക്കുന്നത്? ഞാൻ രാജ്യസഭയിലെ ഒരു അംഗമാണ്. എന്നെ എങ്ങാനും നിങ്ങൾ കൊന്നു കഴിഞ്ഞാൽ രാജാവിനോട് നിങ്ങൾ അതിനുള്ള ഉത്തരം പറയേണ്ടി വരും എന്നൊക്കെ സാസു ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ വിശന്നിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ സ്കാർ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. എനിക്ക് ആരോട് ഉത്തരം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിലാണ് ജീവിക്കുന്നത്. ഒരു രാജാവിന്റെ കൽപ്പനയും ഞാൻ കേൾക്കത്തില്ല. എന്റെ ഭക്ഷണം കളഞ്ഞത് നീയാണ്. അതുകൊണ്ട് എനിക്ക് നിന്നെ തിന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് സ്കാർ സാസുവിനെ കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് മുഫാസ അങ്ങോട്ട് വരുന്നത്. മുഫാസ അങ്ങോട്ട് വന്നതുകൊണ്ട് തന്നെ സ്കാർ സാസുവിനെ വിടുകയും ചെയ്യുന്നു. എന്താണ് സ്കാർ, ഇന്ന് ഇത്രയും വലിയൊരു ചടങ്ങ് നടന്നിട്ട് നിന്നെ അങ്ങോട്ട് കണ്ടില്ലല്ലോ, നീ എന്താ വരാതിരുന്നത് എന്നാണ് മുഫാസ ചോദിക്കുന്നത്. ഓ, അത് ഇന്നായിരുന്നല്ലേ, ഞാനതങ്ങോട്ട് മറന്നുപോയി. അല്ലാതെ ഞാൻ അങ്ങയെ റാണിയെ അപമാനിക്കാൻ ശ്രമിച്ചതല്ല. അങ്ങേക്ക് അറിയാമല്ലോ ഞാൻ മഹാറാണിയെ എത്രത്തോളം ബഹുമാനിക്കുന്നുണ്ടെന്ന് എന്നാണ് സ്കാർ പറയുന്നത്. ഈ സമയം സാസു ആണെങ്കിൽ അതിന്റെ ഇടയിൽ കയറി സംസാരിക്കുന്നുണ്ട്. താങ്കൾ എന്താണോ ഈ പറയുന്നത്? സിംബയുടെ കൊച്ചച്ഛനല്ലേ താൻ? അപ്പൊ താനല്ലേ അവിടെ ആദ്യം ഉണ്ടാവേണ്ടിയിരുന്നത് എന്നാണ് സാസു ചോദിക്കുന്നത്. ഞാൻ തന്നെയായിരുന്നു അവിടെ ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷെ അത് അവന്റെ കൊച്ചച്ഛനായിട്ടല്ല, അടുത്ത അനന്തരാവകാശിയായിട്ടായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ സിംബ വന്നതുകൊണ്ട് എനിക്ക് അടുത്ത അനന്തരാവകാശി ആവാൻ പറ്റത്തില്ല എന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് സ്കാർ അവിടെ നിന്ന് പുറംതിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. ഈ രാജാവിന് നേരെ പുറംതിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അത് രാജാവിനെ അവഗണിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ നീ എന്താണ് സ്കാർ പുറംതിരിഞ്ഞു നിൽക്കുന്നത്? നീ എന്നെ അവഗണിക്കുകയാണോ? ഏയ്, ഒരിക്കലുമല്ല മുഫാസ. ഇപ്പൊ നിങ്ങളും എന്നെ പുറംതിരിഞ്ഞു നിൽക്കുകയല്ലേ, അപ്പൊ നിങ്ങളും എന്നെ അവഗണിക്കുകയാണോ? സ്കാറും വിട്ടുകൊടുക്കുന്നില്ല. എന്നാൽ അത് കേൾക്കുമ്പോൾ മുഫാസയ്ക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. നീ എന്താ എന്നെ വെല്ലുവിളിക്കുകയാണോ സ്കാർ എന്ന് പറഞ്ഞിട്ട് മുഫാസ നേരെ സ്കാറിന്റെ മുന്നിലേക്ക് ചാടുകയാണ്. നിന്നെ വെല്ലുവിളിക്കണം എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കത്തില്ല എന്നാണ് സ്കാർ അതിന് മറുപടി പറയുന്നത്. ഈ സമയം സാസു വീണ്ടും അതിന്റെ ഇടയിൽ കയറാണ്. അതെന്തായാലും നല്ല തീരുമാനം. നിങ്ങൾ ഒരിക്കലും മുഫാസയ്ക്ക് പറ്റിയൊരു എതിരാളിയല്ല എന്നാണ് സാസു പറയുന്നത്. ശരിയാണ്, ശക്തിയുടെ കാര്യത്തിൽ മുഫാസയ്ക്ക് ഞാനൊരു എതിരാളിയല്ല. പക്ഷെ ബുദ്ധിയുടെ കാര്യത്തിൽ മുഫാസയേക്കാൾ കൂടുതൽ കേമ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സാമ്രാജ്യം എന്നും ഭരിക്കാൻ പോകുന്നത് മുഫാസ തന്നെയാണ് എന്നാണ് സ്കാർ പറയുന്നത്. അല്ല സ്കാർ, അങ്ങനെ എല്ലാ കാലവും എനിക്ക് ഇവിടെ ഭരിക്കാൻ പറ്റത്തില്ല. ഒരിക്കൽ എന്റെ മകനായിരിക്കും ഇവിടെ ഭരിക്കാൻ പോകുന്നത്. അതായത് സിംബ നിന്റെ രാജാവായിരിക്കും. അന്ന് നീ അവനെ ആയിരിക്കും അനുസരിക്കാൻ പോകുന്നത്. ഓ, അങ്ങനെയാണോ? എങ്കിൽ നമ്മുടെ മഹാരാജാവ് നീണാൽ വാഴട്ടെ എന്ന് പറഞ്ഞിട്ട് സ്കാർ അവിടെ നിന്ന് പോവാണ്. അത് കാണുമ്പോ ഇവനെന്താ ഇത് ഇങ്ങനെ? ഇവനൊരു മാറ്റവും ഇല്ലല്ലോ. ശരിയാണ് പ്രഭു, അവന് ഒരു മാറ്റവും ഇല്ല. അവൻ എന്നേ ഇവിടെ നിന്ന് നാട് കടത്തേണ്ടതല്ലേ? നീ എന്താണ് സാസു ഈ പറയുന്നത്? അവൻ എന്റെ അനിയനാണ്. അതുകൊണ്ട് തന്നെ ഈ സാമ്രാജ്യം തന്നെയാണ് അവന്റെയും വീട്. ഞാൻ രാജാവായിരിക്കുന്നിടത്തോളം കാലം അത് മാറാനും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് മുഫാസ സാസുവിനെയും കൂട്ടി അവിടെ നിന്ന് പോവാണ്. ഇനി കാണിക്കുന്നത് റാഫിക്കി എന്നു പേരുള്ള കുരങ്ങച്ചനെയാണ്. അതൊരു മരത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് കുറെ ചെറിയ ജീവികളെയൊക്കെ ഒരിടത്ത് കൂട്ടിയിട്ടുണ്ട്. അതിനുശേഷം എന്തൊക്കെ പൊടികളൊക്കെ ആ ജീവികൾക്ക് നേരെ വിതറാൻ തുടങ്ങി. അതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിംബയുടെ പടം വരയ്ക്കുകയാണ്.
അങ്ങനെ ആ പടമൊക്കെ വരച്ചെടുത്ത് അത് മരത്തിന്റെ മുകളിലേക്ക് കയറി ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. നേരം വെളുത്തപ്പോ തന്നെ സിംബക്കുട്ടൻ എഴുന്നേറ്റിട്ടുണ്ട്. അതിപ്പോ ആ പ്രൈഡ് റോക്കിന്റെ മുകളിൽ വന്നിട്ട് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവൻ നേരെ ചെല്ലുന്നത് ഉറങ്ങി കിടക്കുന്ന അവന്റെ അച്ഛന്റെ അടുത്തേക്കാണ്. എന്താണ് അച്ഛൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്? രാവിലെയായി, എഴുന്നേൽക്ക്, ഇന്ന് എന്നെ ഇവിടെ മൊത്തം കാണിക്കാന്ന് പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സിംബ മുഫാസയെ ഇങ്ങനെ ശല്യം ചെയ്യാൻ തുടങ്ങി. കുറെ നേരം ശല്യം ചെയ്ത് കഴിയുമ്പോൾ മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് മുഫാസ എഴുന്നേൽക്കുകയും ചെയ്യുന്നു. നിനക്കിനി നമ്മുടെ സാമ്രാജ്യം മൊത്തം കാണണം, അതല്ലേ നിനക്ക് വേണ്ടത്, വാ നടക്ക് എന്ന് പറഞ്ഞിട്ട് മുഫാസ അവനെയും കൊണ്ട് നടക്കാൻ തുടങ്ങി. അപ്പൊ എന്താണ് നമ്മുടെ പ്ലാൻ? എന്താ ആജ്ഞയാണ് അച്ഛൻ ഇന്ന് കൊടുക്കാൻ പോകുന്നത്? മൃഗങ്ങളെ വേട്ടയ്ക്ക് അയക്കാണോ, അതോ അതിക്രമിച്ച് കയറിയവരെ തുരത്താനുള്ള പ്ലാനാണോ എന്നൊക്കെ ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ സിംബ ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിനൊന്നും മറുപടി പറയാതെ മുഫാസ സിംബയും കൊണ്ട് പോകുന്നത് ഒരു വലിയ പാറയുടെ മുകളിലേക്കാണ്. അവിടെ ഇരുന്നു കഴിഞ്ഞാൽ അവരുടെ ആ സാമ്രാജ്യം മുഴുവൻ കാണാൻ സാധിക്കും. നോക്ക് സിംബ, നീ ആ പ്രകാശം പതിക്കുന്നത് കാണുന്നില്ലേ? ആ പ്രകാശം പതിക്കുന്ന എല്ലാ സ്ഥലവും നമ്മുടെ സാമ്രാജ്യമാണ്. അച്ഛനാണോ അപ്പൊ ഇതൊക്കെ ഭരിക്കുന്നത്? അതേ സിംബ, പക്ഷെ ഒരു രാജാവിന്റെ ഭരണാധികാരി ആവാനുള്ള സമയമെന്ന് പറയുന്നത് ഉദിക്കുന്നതും അസ്തമിക്കുന്നതും സൂര്യനെ പോലെയാണ്. ഒരിക്കൽ എന്റെ ഈ സമയത്തിന്റെ സൂര്യൻ അസ്തമിക്കും സിംബ. അപ്പൊ പിന്നെ നീ ആയിരിക്കും ഈ സാമ്രാജ്യത്തിന്റെ രാജാവേണ്ടത്. ആ സമയത്ത് നിന്റെയും സൂര്യൻ ഉദിക്കും സിംബ. അപ്പൊ ഇതൊക്കെ എന്റേതാവും എന്നാണ് അച്ഛൻ പറയുന്നത്? ഇതൊന്നും ആരുടെയും സ്വന്തമല്ല സിംബ, പക്ഷെ ഇത് നിന്റെ സംരക്ഷണയിലായിരിക്കും. അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. പ്രകാശം പതിക്കുന്നത് എല്ലാം എന്റേതായിരിക്കും എന്നാണോ അച്ഛൻ പറയുന്നത്? ആ മരങ്ങളും ആ വെള്ളമുള്ള സ്ഥലങ്ങളും എല്ലാം? അപ്പൊ ആ മലയ്ക്കപ്പുറത്തുള്ള ഇരുണ്ട സ്ഥലമോ, അതും എന്റെ റെസ്പോൺസിബിലിറ്റി ആണോ? അല്ല സിംബ, നീ ഒരിക്കലും ആ ഇരുണ്ട സ്ഥലത്തേക്ക് പോകരുത്. അവിടെ മാത്രം നിന്റെ റെസ്പോൺസിബിലിറ്റി അല്ല. പക്ഷെ ഞാൻ കരുതിയത് ഒരു രാജാവിന് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാമെന്നാണല്ലോ. ഏത് സാമ്രാജ്യവും എന്റെ സ്വന്തമാക്കാമെന്നാണ്. അങ്ങനെയല്ല സിംബ. മറ്റുള്ളവരെന്തൊക്കെ എടുക്കാമെന്ന് അന്വേഷിക്കുമ്പോൾ ഒരു യഥാർത്ഥ രാജാവ് എന്തൊക്കെ നൽകാമെന്നായിരിക്കും അന്വേഷിക്കേണ്ടത്. നീ ഈ കാണുന്നില്ലേ, ഇതെല്ലാം ഒരുമിച്ച് നിലനിൽക്കുന്നത് ഒരു സന്തുലനാവസ്ഥയിലാണ്. ഒരു രാജാവ് എന്ന നിലയിൽ നീ ആ സന്തുലനാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും പരിഗണിക്കുകയും വേണം. അതിപ്പോ നുഴഞ്ഞു നടക്കുന്ന ഉറുമ്പകളാണെങ്കിലും കുതിച്ചു ചാടുന്ന മാനുകളാണെങ്കിൽ പോലും. പക്ഷെ അച്ഛൻ, നമ്മൾ മാനുകളെ തിന്നാറില്ലേ? ഉണ്ട് സിംബ, അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ശരീരം പുല്ലായിട്ട് മാറും. ആ പുല്ലുകളാണ് പിന്നീട് മാനുകൾ തിന്നുന്നത്. അങ്ങനെ വരുമ്പോ അവര് നമ്മളെയും തിന്നല്ലേ. ഇതിനെയാണ് ജീവിതചക്രം എന്ന് പറയുന്നത്. അതായത് ഈ വലിയ ജീവിതചക്രത്തിൽ നമ്മളെല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. മുഫാസ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സാസു അങ്ങോട്ട് വരുന്നത്. ഇന്ന് അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് സാസു ഇപ്പൊ അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് സാസു, എന്താണ് ഇന്ന് രാവിലത്തെ റിപ്പോർട്ട്? വേം പറ. ഇന്ന് കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ട് പ്രഭു. 10 ഫ്ലെമിംഗോകൾ ഒരു നിലപാടെടുത്തിരിക്കുകയാണ്. 2 ജിറാഫുകൾ കഴുത്തിൽ കൈ ചുറ്റി കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. തേനീച്ചകൾ പറയുന്നത് പുള്ളിപ്പുലികൾ വല്ലാത്തൊരവസ്ഥയിലാണെന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാസു ഇങ്ങനെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയം മുഫാസയാണെങ്കിൽ എങ്ങനെയാണ് വേട്ടയാടേണ്ടത് എന്ന കാര്യം സിംബയെ പഠിപ്പിക്കാൻ തുടങ്ങി. അതായത് ഇരയെ കാണുമ്പോൾ പതുങ്ങിയിരുന്നിട്ട് അതിന് നേരെ കുതിച്ചു ചാടണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് മുഫാസ സിംബയെ പഠിപ്പിക്കുന്നത്. പക്ഷെ അവിടെ ഇരയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ തൽക്കാലം സാസുവിനെ പിടിക്കാനാണ് മുഫാസ സിംബയോട് പറയുന്നത്. അങ്ങനെ അച്ഛൻ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ സിംബ പെട്ടെന്ന് സാസുവിന്റെ മേലേക്ക് ചാടി വീഴാണ്. അതുകൊണ്ട് തന്നെ സാസു ആണെങ്കിൽ അവിടെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. അത് കാണുന്ന മുഫാസയ്ക്കാണെങ്കിൽ ചിരി അടക്കാൻ സാധിക്കുന്നില്ല. എന്താണ് രാജൻ നിങ്ങൾ ഈ കാണിച്ചത്? പേടിച്ചെന്റെ കാഷ്ടം പോയി. ഇനിയിപ്പോ കൂടുതലൊന്നും പറയാനില്ല, ഞാൻ വേഗം ചെന്നിട്ട് എന്റെ മൂട് കഴുകട്ടെ എന്ന് പറഞ്ഞിട്ട് സാസു വേഗം തന്നെ അവിടെ നിന്ന് പറന്നു പോവാണ്. അങ്ങനെ സാസു പോയി കഴിഞ്ഞതിന് ശേഷം മുഫാസയും സിംബയും കൂടെ അവിടുത്തെ പുല്ലിൽ കടന്ന് ഉരുണ്ടു മറയാൻ തുടങ്ങി. നീ വളരെ നന്നായിട്ട് തന്നെ വേട്ടയാടി സിംബ, നിനക്കതിൽ 100 മാർക്കാണ് എന്നൊക്കെ മുഫാസ ഇങ്ങനെ പറയുന്നുണ്ട്. സിംബയാണെങ്കിൽ വളരെ സന്തോഷത്തോടെ അവന്റെ അച്ഛന്റെ ദേഹത്തു കൂടെ ഇങ്ങനെ ഓടി നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു സമയം അവരുടെ ഈ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് സാസു വീണ്ടും അങ്ങോട്ട് വരുന്നത്. പ്രഭു, ആ ഹൈനാസ് വീണ്ടും പ്രൈഡ് ലാൻഡിലേക്ക് വന്നിട്ടുണ്ട്. അവര് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റാണിയാണ് അവിടെ ആക്രമണം നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് സാസു ഇങ്ങനെ പറയുന്നത്. അത് കേൾക്കുന്ന സിംഹരാജനാണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കാണ്. സാസു, സിംബയെ വേഗം വീട്ടിലേക്ക് കൊണ്ടുപോ, ഈ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് മുഫാസ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. അത് കാണുമ്പോ, അച്ഛൻ നിങ്ങൾ എന്തിനാണ് ഒറ്റയ്ക്ക് പോകുന്നത്? ഞാനും വരാം, എനിക്കും വേട്ടയാടുന്നത് കാണണം. വേണ്ട മോനെ, നീ ഇപ്പൊ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട. നീ വേഗം ചെന്നിട്ട് മറ്റുള്ള കുഞ്ഞുങ്ങളോടൊപ്പം കളിച്ചോ. സാസു, വേഗം വനും വിളിച്ചോണ്ട് പോ എന്ന് പറഞ്ഞിട്ട് മുഫാസ നേരെ ആ കഴുതപ്പുലികളുടെ അടുത്തേക്ക് പോവാണ്. അച്ഛൻ അവനെ കൂട്ടാത്തോണ്ട് തന്നെ സിംബയ്ക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ കുഞ്ഞൊന്നുമല്ല, എന്തിനാണ് എന്നെ ഇങ്ങനെ കുഞ്ഞായിട്ട് എല്ലാവരും കാണുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചു നടക്കാൻ തുടങ്ങി. പോകുന്ന വഴിക്ക് അവനൊരു ചെറിയ വണ്ടിനെ കാണുന്നുണ്ട്. അവൻ പതുക്കെ അതിനെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. അവൻ അതിനെ പിടിക്കാൻ ചാടി വീഴുമ്പോഴേക്കും ആ വണ്ടാണെങ്കിൽ അവിടെ നിന്ന് പറന്നു പോവാണ്. സിംബയാണെങ്കിൽ കാല് തെറ്റി താഴേക്ക് വീഴുകയും ചെയ്യുന്നു.
ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് സ്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. നീ എന്തിനെങ്കിലും പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കാറ്റിന്റെ ദിശയിൽ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ നിനക്ക് നിന്റെ ഇരയെ കിട്ടത്തില്ല. എനിക്ക് വേട്ടയാടാനൊക്കെ അറിയാൻ കൊച്ചച്ച എന്ന് പറഞ്ഞിട്ട് അവൻ സ്കാറിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ നീ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട, നീ വേഗം നിന്റെ ഗുഹയിലേക്ക് പോകാൻ നോക്ക്, ഞാൻ കുട്ടികളെ അങ്ങനെ നോക്കാറില്ല എന്ന് നിനക്ക് അറിയത്തില്ലേ എന്നാണ് സ്കാർ പറയുന്നത്. കുഞ്ഞുങ്ങളോ, ഞാൻ ഈ സാമ്രാജ്യത്തിന്റെ അടുത്ത രാജാവാൻ പോകുന്ന ആളാണ്, എന്നെ പറ്റി കൊച്ചച്ഛൻ എന്താണ് വിചാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ സ്കാറിന്റെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. അച്ഛനിപ്പോ എന്നെ ഈ മുഴുവൻ സാമ്രാജ്യം കാണിച്ചു തന്നതേ ഉള്ളൂ. ഞാൻ വലുതായി കഴിഞ്ഞാൽ ഇനി ഇവിടെ എല്ലാം ഭരിക്കാൻ പോകുന്നത് ഞാനാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ രാജാവായിരിക്കുമ്പോ എനിക്ക് കൊച്ചച്ഛനോട് ആജ്ഞാപിക്കേണ്ടി വരും. എന്താണ് കൊച്ചച്ഛൻ ചെയ്യേണ്ടത് എന്നൊക്കെ ഞാനായിരിക്കും പറയാ. അത് എത്ര വിചിത്രമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിക്കേ എന്നൊക്കെയാണ് സിംബ അങ്ങനെ പറയുന്നത്. എന്നാൽ രാജാവാൻ കൊതിച്ചു നിൽക്കുന്ന ആളാണ് ഈ സ്കാർ. അതുകൊണ്ട് തന്നെ അവൻ കുഞ്ഞാണെങ്കിലും അവൻ പറയുന്നത് കേൾക്കുമ്പോൾ സ്കാറിന് ഇങ്ങനെ ദേഷ്യം വരാൻ തുടങ്ങി. എങ്കിലും പുള്ളി അത് പുറത്ത് കാണിക്കുന്നില്ല. അപ്പൊ നിന്റെ അച്ഛൻ നിനക്ക് മുഴുവൻ സാമ്രാജ്യവും കാണിച്ചു തന്നോ? അതിന് സാധ്യതയില്ലല്ലോ. വടക്കൻ അതിർത്തിക്ക് അപ്പുറത്തുള്ള ആ ഉയർന്ന പ്രദേശത്ത് എന്താണുള്ളതെന്ന് കാണിച്ചു തന്നോ? ആ ഇരുണ്ട പ്രദേശത്ത്? ഇല്ല, അച്ഛൻ പറഞ്ഞു ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോകരുതെന്ന്. അതെന്താ? നിന്റെ അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാണ് സിംബ. ആ ഇരുണ്ട സ്ഥലത്തുള്ളത് ആനകളുടെ ശ്മശാനമാണ്. അതൊരു കുഞ്ഞു രാജകുമാരന് പറ്റിയ സ്ഥലമല്ല. ആനകളുടെ ശ്മശാനമോ? അത് കൊള്ളാലോ. ഓ സോറി, ഞാനിത് നിന്നോട് പറയാൻ പാടില്ലാത്തായിരുന്നു. ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നു കളഞ്ഞേക്ക്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലെങ്കിലും നീ ഇന്നല്ലെങ്കിൽ നാളെ അത് കണ്ടുപിടിക്കും. നീ വലിയ രാജാവൊക്കെ ആവാൻ പോകുന്ന ആളല്ലേ. അതൊക്കെ വിട് കൊച്ചച്ച. കൊച്ചച്ഛൻ അവിടെ പോയിട്ടുണ്ടോ? ഞങ്ങൾ എല്ലാവരും അവിടെ പോയിട്ടുണ്ട് സിംബ. അത് കുഞ്ഞുങ്ങൾക്കുള്ള സ്ഥലമൊന്നുമല്ല. അവിടെയുള്ള അഴുകിയ എല്ലുകളും ചെളി ഒലിച്ചിറങ്ങുന്ന തിളച്ചുകൊണ്ടിരിക്കുന്ന ചെറു കുളങ്ങളും അങ്ങനെ വളരെ വൃത്തിയായിട്ടൊരു സ്ഥലമാണത്. അഴുകിയ എല്ലുകളോ ഒലിച്ചിറങ്ങുന്ന ചെളിയോ? അതേ സിംബ, വളരെ വൃത്തിയായിട്ടൊരു സ്ഥലമാണത്. എനിക്ക് വാക്കുതാ, നീ ഒരിക്കലും അവിടേക്ക് പോകത്തില്ലെന്ന്. സ്കാർ എന്ന് പറയുമ്പോൾ സിംബയാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് സ്കാർ മറ്റൊരു കാര്യം കൂടെ പറയുന്നത്. നമ്മളിപ്പോ ഈ സംസാരിച്ച കാര്യം നമുക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമായിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് സ്കാർ അവൻ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. ഇവിടെ ഇപ്പൊ സ്കാർ ചെയ്തത് അവന്റെ മനസ്സിലൊരാഗ്രഹം കുത്തിവെച്ചതാണ്. ഇനിയിപ്പോ ആ കാണാത്ത സ്ഥലത്തെ കുറിച്ച് തന്നെയായിരിക്കും സിംബ ആലോചിക്കാൻ പോകുന്നത് എന്ന കാര്യം സ്കാറിന് അറിയാം. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് അവൻ അങ്ങോട്ട് പോകും. അത് തന്നെയാണ് സ്കാറിനും വേണ്ടത്. സിംബ അവിടെ നിന്ന് പോകുന്നു നോക്കിക്കൊണ്ട് സ്കാർ ആണെങ്കിൽ എന്തൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം സിംബ പോകുന്നത് മറ്റൊരു സിംഹക്കുട്ടിയുടെ അടുത്തേക്കാണ്. ഇതിന്റെ പേര് നള എന്നാണ്. അങ്ങനെ നളയുടെ അടുത്ത് സിംബ സ്ഥലത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. അതായത് ആ ആനകളുടെ ശ്മശാനത്തെ കുറിച്ചിട്ട്. അത് കേൾക്കുമ്പോൾ നളയ്ക്കും ശരിക്കും ഇൻട്രസ്റ്റ് ആയി. പക്ഷെ അവര് വീട്ടുകാരുടെ അടുത്ത് ഞങ്ങൾ ജസ്റ്റ് കളിക്കാൻ പോകുന്നേ പറഞ്ഞിട്ടുള്ളൂ. വീട്ടുകാരാണെന്നുണ്ടെങ്കിൽ അവരെ നോക്കാൻ വേണ്ടി സാസുവിനെയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാൽ സാസുവിനെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് ആ സ്ഥലത്തേക്ക് എത്താൻ പറ്റത്തില്ല എന്ന് സിംബയ്ക്കും നളയ്ക്കും അറിയാം. അതുകൊണ്ട് തന്നെ സാസുവിനെ എങ്ങനെ ഒഴിവാക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് അവരിപ്പോ മുന്നോട്ട് നടക്കുന്നത്. ഈ സമയം സാസു പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്ക് സിംബ, നീ വലുതായി കഴിഞ്ഞാൽ നിന്റെ റാണിയാവാൻ പോകുന്നവളാണ് ഈ നള എന്നാണ്. അത് കേൾക്കുമ്പോൾ രണ്ടാൾക്കും ശരിക്കും നാണം വരാൻ തുടങ്ങി. ഇവൻ എന്റെ രാജാവോ? ഞാനൊന്നും ഇവന്റെ റാണി ആയിരിക്കത്തില്ല എന്നാണ് നള പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കും നിന്നെ വേണ്ട എന്നാണ് സിംബ പറയുന്നത്. അങ്ങനെ അവർ വേഗം തന്നെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും സാസുവിനെ ഒഴിവാക്കണം. അതിനുവേണ്ടി അവരിപ്പോ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ കുറെ മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്നൊരു സ്ഥലമുണ്ട്. അങ്ങോട്ടാണ് നളയും സിംബയും പോകുന്നത്. ഒരുപാട് മൃഗങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സിംബയും നളയും നടക്കുന്നത് മുകളിലൂടെ പറക്കുന്ന സാസുവിനെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ വളരെ നൈസായിട്ട് തന്നെ സാസുവിനെ ഒഴിവാക്കിയിട്ട് സിംബയും നളയും ആ ഇരുണ്ട സ്ഥലത്തേക്ക് എത്തി. അവര് നോക്കുമ്പോൾ അവിടെ മൊത്തം എല്ലുകളാണ് കിടക്കുന്നത്. അതെല്ലാം നോക്കിക്കൊണ്ട് അവർ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. കുറെ നടന്ന് അവർ എത്തിച്ചേരുന്നത് ഒരു പാറയിടുക്കിന്റെ അടുത്താണ്. അതിനകത്തായിട്ട് ചെറിയ ചെറിയ മാളങ്ങൾ കാണുന്നുണ്ട്. സിംബ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ഒരു മാളത്തിന്റെ അകത്തേക്ക് കയറാൻ തുടങ്ങാണ്. അത് കാണുമ്പോ, മതി സിംബ, നമുക്ക് ഇവിടെ നിന്ന് പോവാം, ഇത് അപകടമാണ്, ഈ സ്ഥലം കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു എന്നാണ് നള പറയുന്നത്. അപകടമോ? ഞാൻ അപകടത്തിന്റെ മുഖത്ത് നോക്കി ചിരിക്കും, അതാണ് എന്റെ പ്രകൃതം. നീ മിണ്ടാതെ അവിടെ നിൽക്ക്. എന്നാൽ നാളെയാണെങ്കിൽ അത് വിട്ടുകൊടുക്കുന്നില്ല. നോക്ക് സിംബ, നീ എത്ര ധൈര്യശാലിയാണ് എന്ന കാര്യം നീ ഇപ്പൊ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. ഇനി കൂടുതൽ തെളിയിക്കാനൊന്നുമില്ല, നമുക്ക് വേഗം ഇവിടെ നിന്ന് പോവാം എന്നൊക്കെ നാളെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സിംബയാണെങ്കിൽ അവിടെ നിന്ന് പോരാൻ കൂട്ടാക്കുന്നില്ല. ഈ സമയത്താണ് കുറെ ഹൈനാസ് അങ്ങോട്ട് വരുന്നത്. ഈ ഹൈനാസിന്റെ ഏരിയ ആണത്. ഹൈനാസ് ഒരിക്കലും പ്രൈഡ് ലാൻഡിലേക്ക് വരരുത് എന്ന് മുഫാസ ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ആ ജീവികൾ ഇവിടെ തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവറ്റകൾക്ക് ഇരയായിട്ട് കിട്ടിയിരിക്കുന്നത് ആ സിംഹക്കുട്ടികളെയാണ്. അവറ്റകളെല്ലാം കൂട്ടത്തോടെ അവരുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ഈ ഹൈനകളുടെ ലീഡറായ ഷെൻസി അങ്ങോട്ട് വരുന്നത്. ഈ ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ജീവിതകാലം മുഴുവൻ ഞാൻ കാത്തിരുന്നത്. രാജാവിന്റെ മകനെ തിന്നാൻ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ട്രീറ്റ് തന്നെയാണ്. ഓ, അപ്പൊ രാജാവ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? ഞാൻ രാജാവിന്റെ മകനാണെന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ. സിംബ ധൈര്യം വിടാതെയാണ് ചോദിക്കുന്നത്. നീ രാജാവിന്റെ മകനാണെന്നൊക്കെ എനിക്ക് അറിയാം സിംബ, പക്ഷെ മുഫാസയല്ല എന്നെ ഭരിക്കുന്നത്. ഇല്ല, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഞാനാണ് ഭാവിയിലെ രാജാവ്. സിംബ വീണ്ടും പറയുന്നു.
എന്താ ചെയ്യേണ്ടതെന്ന് നീ എന്നോട് പറയുന്നു? നിന്റെ അച്ഛന്റെ ശക്തി നിന്റെ അകത്ത് കടന്നിട്ട് തിളക്കിയാണോ? ആ ഒരു ധൈര്യത്തിന്റെ രുചി എനിക്കൊന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട് ഷെൻസി ആണെങ്കിൽ ആ സിംഹക്കുട്ടികളെ പിടിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് സാസു അങ്ങോട്ട് വരുന്നത്. അവരെ ഒന്നും ചെയ്യരുത്, അവർക്കൊരു തെറ്റ് പറ്റിപ്പോയി. നീ അവരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മുഫാസയുമായിട്ടുള്ള ഒരു യുദ്ധമായിരിക്കും നീ തുടങ്ങി വെക്കാൻ പോകുന്നത്. അതൊരിക്കലും നിനക്ക് നല്ലതിനായിരിക്കത്തില്ല. എന്ത് നല്ലതിനായിരിക്കത്തില്ല എന്നാ നീ പറയുന്നത്? സിംഹങ്ങളും ഹൈനകളും തമ്മിലുള്ള യുദ്ധം സമയമുണ്ടായ കാലം മുതൽക്കേ ഉള്ളതാണ്. പക്ഷെ ഇന്ന് ഈ നിമിഷം മുഫാസയുടെ പരമ്പര ഇവിടെ അവസാനിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഷെൻസി അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അത് കണ്ട ഉടനെ തന്നെ സിംഹക്കുട്ടികളാണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അങ്ങനെ അവരെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ അവരവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ തിരിഞ്ഞും മറിഞ്ഞും ഓടിയിട്ടും അവരെത്തിച്ചേരുന്നത് ആ ഹൈനകളുടെ ഇടയിലേക്ക് തന്നെയാണ്. ഹൈനകളാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് നേരെ നോക്കി മുരളാൻ തുടങ്ങി. എന്നാൽ സിംബ ഇതുവരെ ധൈര്യം വിട്ടിട്ടില്ല. അവനും അവനെ കൊണ്ടാവുന്ന രീതിയിൽ ഗർജിക്കുന്നുണ്ട്. പക്ഷെ ചെറിയൊരു ശബ്ദം മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. അത് കാണുമ്പോൾ ഹൈനകൾക്കൊക്കെ ചിരിയാണ് വരുന്നത്. നിങ്ങൾ കണ്ടില്ലേ അവന്റെ ഗർജനം? നമ്മുടെ ഭാവി രാജാവിന്റെ നല്ല രസമുണ്ട് അത് കേൾക്കാൻ. നീ ഒന്നുകൂടെ ശബ്ദം ഉണ്ടാക്കിയ കൂട്ടാ എന്ന് പറഞ്ഞിട്ട് ആ ഹൈനകൾ അവന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ഈ സമയത്ത് സിംബ ഒന്നുകൂടെ ഗർജിക്കുന്നുണ്ട്. എന്നാൽ ആ ശബ്ദത്തിന് നല്ല ഗാംഭീര്യമായിരുന്നു. അതെ, അത് മുഫാസയായിരുന്നു. പെട്ടെന്നാണ് മുഫാസ അങ്ങോട്ട് ചാടി വീഴുന്നത്. വന്ന ഉടനെ തന്നെ തന്റെ മകന് ചുറ്റും കൂടിയിരിക്കുന്ന ഹൈനകളെയൊക്കെ മുഫാസ കടിച്ചു കുടയാൻ തുടങ്ങി. എല്ലാത്തിനെയും വലിച്ചു വാരി തൂത്തെറിഞ്ഞോണ്ടിരിക്കുകയാണ് അവൻ. മുഫാസയുടെ ആ ശൗര്യം കാണുമ്പോൾ ഹൈനകൾക്കൊക്കെ ശരിക്കും പേടിയായിട്ടുണ്ട്. അവരെല്ലാവരും പേടിച്ച് പുറകിലേക്ക് മാറി നിൽക്കുകയാണ്. അങ്ങനെ മുഫാസ നേരെ പോകുന്നത് ഷെൻസിയുടെ അടുത്തേക്കാണ്. ഇനി എങ്ങാനും നീയൊക്കെ എന്റെ മകന്റെ നിഴൽവട്ടത്ത് വന്നു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പെറുക്കിയെടുക്കാൻ പോലും നിന്റെ ശരീരത്തിന്റെ ഒരു അവശിഷ്ടം പോലും ഞാൻ ബാക്കി വെക്കത്തില്ല എന്നാണ് മുഫാസ പറയുന്നത്. അതൊക്കെ കേട്ട് ഷെൻസി ആണെങ്കിൽ ശരിക്കും പേടിച്ചു നിൽക്കുകയാണ്. ഇല്ല മുഫാസ, ഇനി ഞാൻ ഒരിക്കലും നിന്റെ മകന്റെ അടുത്തേക്ക് വരത്തില്ല എന്നാണ് ഷെൻസി പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിനക്ക് നല്ലത്. നിനക്കിപ്പോ ഞാൻ തന്നിരിക്കുന്ന ഒരു വാണിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് മുഫാസ സിംബയുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ ഒന്ന് നോക്കുന്നുണ്ട്. അച്ഛൻ നല്ല കലിപ്പിലാണ് എന്ന കാര്യം സിംബയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സിംബയാണെങ്കിൽ ഒന്നും പറയുന്നില്ല. അങ്ങനെ മുഫാസ വേഗം അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. സിംബയും നളയും അതിന്റെ പുറകിൽ പോവുകയും ചെയ്യുന്നു. എന്നാൽ ഷെൻസിയുടെ ആ ദേഷ്യം ഇതുവരെയായിട്ടും വിട്ടടങ്ങിയിട്ടില്ല. എങ്ങനെയെങ്കിലും ആ കുട്ടികളെ പിടിക്കണം എന്ന് തന്നെയാണ് ഷെൻസി ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്ന് ഒരു സ്ഥലത്ത് എത്തിയതിനു ശേഷം നളയെ സാസുവിന്റെ കൂടെ പറഞ്ഞു വിട്ടിട്ട് മുഫാസ ഇപ്പൊ സിംബയോട് മാത്രമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിംബ, നീ മനഃപൂർവ്വമാണ് എന്നെ ധിക്കരിച്ചത്. നിന്നെ അവരിപ്പോ കൊന്നേനെ. അതിലും മോശമായ കാര്യം നീ ആ നളയെ കൂടെ അപകടത്തിലാക്കി എന്നുള്ളതാണ്. നീ ചെയ്തതിന്റെ പ്രത്യാഘാതത്തെ പറ്റി നിനക്ക് വല്ല ധാരണയും ഉണ്ടോ? നീ നമ്മുടെ പ്രൈഡിന്റെ ഭാവിയെയാണ് അപകടത്തിലാക്കിയത്. എനിക്ക് മനസ്സിലായ അച്ഛാ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാനും അച്ഛനെ പോലെ ധൈര്യവാനാണെന്ന് എനിക്കൊന്ന് തെളിയിക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അതങ്ങനെയല്ല സിംബ. ഞാൻ ആവശ്യമുള്ളപ്പോൾ മാത്രമേ ധൈര്യം കാണിക്കാറുള്ളൂ. അതായത് വേറെ വഴിയൊന്നും ഇല്ലാത്ത സമയത്ത്. പക്ഷെ അച്ഛനൊന്നും പേടിയില്ലല്ലോ. അച്ഛനൊന്നിനെയും പേടിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അച്ഛന് പേടിയുണ്ട് സിംബ. ഇന്ന് ഞാൻ ശരിക്കും പേടിച്ചു. നിന്നെ എനിക്ക് നഷ്ടപ്പെടുമോ എന്നായിരുന്നു എന്റെ ഭയം. അപ്പൊ രാജാക്കന്മാരും പേടിക്കുമല്ലേ? പേടിക്കും സിംബ. നീ കരുതുന്നതിനേക്കാൾ ഒരുപാട് പേടിക്കും. പക്ഷെ അച്ഛനൊരു കാര്യം അറിയോ? ആ കഴുതപ്പുലികളാണ് ശരിക്കും പേടിച്ചത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല മോനെ. ആരും നിന്റെ അച്ഛനോട് അങ്ങനെ കളിക്കാൻ നിൽക്കത്തില്ല. ഇത്രയൊക്കെ മകന്റെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോഴേക്കും അവനോടുള്ള ദേഷ്യമൊക്കെ മുഫാസയ്ക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ അവർ വീണ്ടും അവിടെ നിന്ന് കളിക്കാൻ തുടങ്ങി. അങ്ങനെ കളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സിംബ മറ്റൊരു കാര്യം ചോദിക്കുന്നത്. അല്ല അച്ഛൻ, നമ്മൾ കൂട്ടുകാരല്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും ഒരുമിച്ചായിരിക്കുമല്ലേ? അതേ സിംബ, ഇപ്പൊ ഞാൻ എന്റെ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം നിന്റെ അടുത്ത് പറയാം. നീ ആകാശത്തേക്കൊന്ന് നോക്കിക്കേ. അവിടുത്തെ നക്ഷത്രങ്ങളെ കണ്ടില്ലേ? കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന മഹാന്മാരായ രാജാക്കന്മാരാണത്. അവരവിടെ നിന്ന് നമ്മളെ താഴേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോഴൊക്കെ ആ നക്ഷത്രങ്ങളെക്കുറിച്ച് മാത്രം ഓർത്താൽ മതി. ആ രാജാക്കന്മാർ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും, നിനക്ക് വഴികാട്ടികളായിട്ട്. പിന്നെ ഞാനും മോന്റെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷെ എനിക്ക് അവരൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ അച്ഛാ. നോക്കിക്കൊണ്ടേയിരിക്കും മോനെ, നോക്കിക്കൊണ്ടേയിരിക്കെ. അങ്ങനെ സിംബ ആ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് അവന്റെ അച്ഛന്റെ കൂടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ആ ഹൈനകൾ ഇപ്പോഴും അവരുടെ ആ സാമ്രാജ്യത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഈ സമയത്താണ് ഒരു സിംഹം അങ്ങോട്ട് വരുന്നത്. അത് മുഫാസയാണെന്ന് കരുതിയിട്ട് ഹൈനകളൊക്കെ ആകെ പേടിച്ചിരിക്കുകയാണ്. എന്നാൽ അത് മുഫാസയായിരുന്നില്ല, അത് സ്കാർ ആയിരുന്നു. വിഡ്ഢികളായ നീയൊക്കെ ഈ പ്രദേശത്തുള്ള ജീവനുള്ള എല്ലാ സാധനത്തിനെയും പിടിച്ച് തിന്നു തീർത്തു. എന്നിട്ടും ഞാൻ 2 കുഞ്ഞുങ്ങളെ നിന്റെ അടുത്തേക്ക് അയച്ചില്ലേ? എന്നിട്ട് നിങ്ങൾ എന്താണ് അവരെ ചെയ്തത്? വെറുതെ വിട്ടില്ലേ? അവരിപ്പോ ജീവനോട് അങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അതൊക്കെ പോട്ടെ, ഇപ്പൊ ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കാനാണ്. അതായത് നിങ്ങൾക്ക് വയറ് നിറയ്ക്കാൻ ഞാനൊരു സ്ഥലം തരാം. പ്രകാശം പതിക്കുന്ന എവിടെയുള്ള എന്തിനേയും നിങ്ങൾക്ക് ഇനി തിന്നാം. നീ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രൈഡ് ലാൻഡ് നിന്റേതല്ലോ. ഞങ്ങൾ എങ്ങനെയാണ് അങ്ങോട്ട് വരിക? ഷെൻസിയാണത് ചോദിക്കുന്നത്. അത് തന്നെയാണ് ഷെൻസി ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളെ രാജാവിനെ കൊല്ലാൻ പോവാണ്. വേട്ടയുടെ കാര്യത്തിൽ മുഫാസ എപ്പോഴും ഒരുപാട് വിലക്കുകൾ വെക്കാറുണ്ട്. പക്ഷെ ഞാൻ രാജാവായിരിക്കുമ്പോ കരുത്തുള്ളവന്മാർക്ക് ഇഷ്ടമുള്ളത് എന്തും എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. കാരണം കഴുതപ്പുലികളുടെ വയർ ഒരിക്കലും നിറയാറില്ല. പക്ഷെ മുഫാസ കരുത്തനാണ്. അവൻ എങ്ങനെയാണ് നമ്മൾ വെല്ലുവിളിക്കുന്നത്?
മുഫാസ ഇന്നലത്തെ ഒരു മെസ്സേജ് മാത്രമാണ്. തകർന്നുപോയ ഭ്രാന്തമായൊരു ഭരണവ്യവസ്ഥയാണ്. അവന്റെ പതനം മറ്റൊരു വ്യത്യസ്ത സ്വപ്നത്തിന് നിമിത്തമാവുന്നു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതെ, സിംഹങ്ങളെ സംബന്ധിച്ചിട്ട് മാറ്റങ്ങൾ വരികയാണ്. അതിനർത്ഥം കഴുതപ്പുലികളും മാറണമെന്നാണ്. അതുകൊണ്ട് ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ ഭരണ അട്ടിമറിക്ക് തയ്യാറായിക്കോ. മുഫാസ ഇല്ലാതായി കഴിഞ്ഞാൽ ഇനി ഞാനാണ് അവിടുത്തെ രാജാവാൻ പോകുന്നത്. എല്ലാവരും ബഹുമാനിക്കുന്ന, അഭിവാദ്യം ചെയ്യപ്പെടുന്ന ഒരേ ഒരു രാജാവ്. എല്ലാവരും വേഗം തന്നെ പ്രിപ്പയർ ആവാൻ നോക്ക്. നമുക്ക് നമ്മുടെ പ്ലാനുകളൊക്കെ ഉടനെ തന്നെ നടപ്പിലാക്കണം. വേഗമായിക്കോട്ടെ എന്നൊക്കെയാണ് സ്കാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹൈനകളാണെങ്കിൽ അവനാ പറയുന്നൊക്കെ കേട്ട് പുതിയൊരു ജീവിതത്തിനു വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സ്കാർ ഇപ്പൊ സിംബയെ നൈസായിട്ട് ഒരു മലയിടുക്കിന്റെ അവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ അച്ഛൻ നിന്നോട് ദേഷ്യത്തിലല്ലേ? നിന്റെ അച്ഛന്റെ ദേഷ്യം മാറ്റാൻ ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ഈ മലയിടുക്കൾ കണ്ടില്ലേ? ഇവിടെ നിന്ന് നീ ഗർജിച്ചു കഴിഞ്ഞാൽ നിന്റെ ശബ്ദത്തിന് നല്ല ഗാംഭീര്യം ഉണ്ടാവും. നിന്റെ അച്ഛനും ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു? ഇവിടെ വെച്ചിട്ടാണ് പുള്ളി ആദ്യമായിട്ട് ഗർജിച്ചത്. അതുകൊണ്ട് ആ കാര്യം നീ ഇവിടെ നിന്നിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സിംബയെ അവിടെയാക്കി സ്കാർ അവിടെ നിന്ന് നൈസായിട്ട് പോവാണ്. അങ്ങനെ സ്കാർ പോയി കുറച്ച് സമയം കഴിയുമ്പോൾ കുറെ കാട്ടുപോത്തുകൾ അങ്ങോട്ട് ഓടി വരാൻ തുടങ്ങി. ഇതൊക്കെ ഇവരുടെ ഒരു പ്ലാനാണ്. ആ ഹൈനകളാണ് കാട്ടുപോത്തുകൾ ആ ഏരിയയിലേക്ക് വഴി തിരിച്ചു വിട്ടത്. അങ്ങനെ അവറ്റുകൾ ഇങ്ങനെ കൂട്ടത്തോടെ വരുന്ന കാണുമ്പോൾ സിംബയാണെങ്കിൽ അവിടെ പതുങ്ങിയിരിക്കാൻ തുടങ്ങി. ഈ സമയം സ്കാർ നേരെ ചെല്ലുന്നത് മുഫാസയുടെ അടുത്തേക്കാണ്. മുഫാസ, നമ്മുടെ സിംബ മലയിടുക്കുകൾക്കിടയിൽ പെട്ടിട്ടുണ്ട്. അതിൽ ആ കാട്ടുപോത്തുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവനെ ഉടനെ തന്നെ രക്ഷിക്കണം എന്നാണ് സ്കാർ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ മുഫാസ അങ്ങോട്ട് ഓടാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും നേരെ ഓടിച്ചെല്ലുന്ന ആ മലയുടെ മുകളിലേക്കാണ്. മുഫാസ നോക്കുമ്പോൾ സിംബയാണെങ്കിൽ അവിടെയുള്ള ഒരു മരത്തിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ മുഫാസ വേഗം താഴേക്ക് ഇറങ്ങുന്നു. ഈ സമയവും കാട്ടുപോത്തുകൾ വളരെ വേഗത്തിൽ അതിൽ ഓടുന്നുണ്ട്. അതിനിടയിലൂടെ വളരെ കഷ്ടപ്പെട്ടാണ് മുഫാസ നേരെ സിംബയുടെ അടുത്തെത്തുന്നത്. അതിനുശേഷം അവനെ കടിച്ചെടുത്ത് വേഗം തന്നെ അതിലെ നടക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് മുഫാസ സിംബയെ എടുത്തിട്ട് ആ മലയുടെ മുകളിലേക്ക് വെക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ഒരു കാട്ടുപോത്ത് വന്നിട്ട് മുഫാസയെ അങ്ങോട്ട് ഇടിച്ചു തെറിപ്പിക്കുകയാണ്. എങ്കിലും മുഫാസയ്ക്കൊന്നും പറ്റിയിട്ടില്ല. മുഫാസ വേഗം തന്നെ ആ മലയിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങി. അങ്ങനെ കയറി മുകളിലെത്തി കഴിയുമ്പോൾ അവിടെ നിൽക്കുന്നത് സ്കാർ ആണ്. എന്താണ് സ്കാർ നീ നോക്കി നിൽക്കുന്നത്? എന്നെ സഹായിക്കേ, എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കേ എന്നൊക്കെ മുഫാസ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ സ്കാർ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവൻ ശക്തമായിട്ടൊന്ന് ഗർജിച്ചതിന് ശേഷം മുഫാസയുടെ രണ്ട് കൈയിലും കയറി പിടിക്കുകയാണ്. എന്നിട്ട് മഹാരാജാവ് നീണാൽ വാഴട്ടെ എന്ന് പറഞ്ഞിട്ട് സ്കാർ മുഫാസയെ അടിച്ച് താഴേക്ക് ഇടുന്നു. അതോടൊപ്പം തന്നെ ആ വലിയ മലയുടെ മുകളിൽ നിന്നും മുഫാസ താഴേക്ക് വീഴാണ്. ഇതെല്ലാം സിംബയും കാണുന്നുണ്ട്. പക്ഷെ സ്കാർ ആണ് മുഫാസ ഇടിച്ച് താഴേക്കിട്ടത് എന്ന് സിംബ കണ്ടിട്ടില്ല. അവനിങ്ങനെ അവന്റെ അച്ഛനെ വിളിച്ച് ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കാട്ടുപോത്തുകളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം സിംബ ഇപ്പൊ അവന്റെ അച്ഛന്റെ അടുത്തെത്തി. അത്രയും ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണതുകൊണ്ട് തന്നെ മുഫാസ ഇപ്പൊ മരിച്ചു പോയിരിക്കുകയാണ്. വളരെ സങ്കടത്തോടെ അവൻ അവന്റെ അച്ഛന്റെ അടുത്ത് കിടക്കുമ്പോഴാണ് സ്കാർ അങ്ങോട്ട് വരുന്നത്. സിംബ, നീ എന്താണ് ഈ ചെയ്തത്? ഞാനൊന്നും ചെയ്തിട്ടില്ല കൊച്ചച്ച. കാട്ടുപോത്തുകൾ വന്നു. അച്ഛൻ എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അതിനിടയിൽ അച്ഛൻ താഴേക്ക് വീണ് മരിച്ചുപോയി. ഇതൊരു അപകടമാണ്. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ശരിയാണ് സിംബ, തീർച്ചയായിട്ടും നീ അങ്ങനെയൊന്നും കരുതിയിട്ടുണ്ടാവത്തില്ല. ആരും ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കണം എന്ന് വിചാരിക്കത്തില്ലല്ലോ. പക്ഷെ നീ കാണിച്ച ഒരു അബദ്ധം കാരണമാണ് രാജാവ് മരിച്ചത്. നീ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ടാവുമായിരുന്നു. നിന്റെ അച്ഛന് നിന്നെക്കുറിച്ച് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. എത്ര അവസരങ്ങളാണ് നിനക്ക് തന്നത്. എന്നിട്ട് ഇങ്ങനെയല്ലേ നീ അദ്ദേഹത്തിനോട് ചെയ്തത്? എനിക്കറിയില്ലായിരുന്നു കൊച്ചച്ച, എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെയൊന്നും സംഭവിക്കണമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. എന്തായാലും നടന്നു സിംബ. പക്ഷെ നിന്റെ അമ്മയെക്കുറിച്ച് നീ ഒന്ന് ഓർത്തു നോക്കിക്കേ. നിന്റെ അമ്മ എന്താണ് നിന്നെ കുറിച്ച് വിചാരിക്കുക? അച്ഛന്റെ മരണത്തിന് കാരണക്കാരനായ ഒരു മകൻ, അങ്ങനെയേ നിന്റെ അമ്മ വിചാരിക്കത്തുള്ളൂ. രാജാവിനെ കൊന്ന മകൻ. അമ്മ അങ്ങനെയൊക്കെ വിചാരിക്കോ? അപ്പൊ പിന്നെ ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്? നിനക്കിനി ചെയ്യാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ഓടിക്കോ. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടോ. ഒരിക്കലും ഇനി നീ ഇങ്ങോട്ട് തിരിച്ചു വരരുത് എന്ന് പറഞ്ഞിട്ട് സ്കാർ അവനെ ഓടിച്ചു വിടുകയാണ്. എന്നാൽ ഇതുകൊണ്ടൊന്നും സ്കാറിന്റെ പ്ലാൻ തീർന്നിട്ടില്ല. ഈ സമയത്താണ് ആ ഹൈനകളൊക്കെ സ്കാറിന്റെ അടുത്തേക്ക് വരുന്നത്. അത് കാണുമ്പോൾ എത്രയും പെട്ടെന്ന് അവനെ കൊന്നുകളാ എന്നാണ് സ്കാർ ഓർഡർ ഇടുന്നത്. അതിനെ തുടർന്ന് ഹൈനകൾ സിംബയുടെ പുറകെ ഓടാൻ തുടങ്ങി. അങ്ങനെ സിംബ നേരെ ഓടി ചെല്ലുന്നത് അവിടെയുള്ള ഒരു മലയുടെ മുകളിലേക്കാണ്. പക്ഷെ ഹൈനകൾ അവനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവൻ കാല് തെറ്റി താഴേക്ക് വീഴുകയും ചെയ്യുന്നു. നല്ല ആഴമുള്ളതുകൊണ്ട് സിംബ താഴെ വീണ് കിടക്കുന്നത് അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾ രണ്ടുപേരും താഴേക്ക് പോയിട്ട് അവൻ ചത്തെന്ന് ഉറപ്പുവരുത്തണം, എന്നിട്ട് അങ്ങോട്ട് തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഷെൻസെ അവിടെ നിന്ന് പോവാണ്. എന്നാൽ അത്രയും താഴത്തേക്ക് വീണതുകൊണ്ട് താഴെ പോയി നോക്കാനൊന്നും ആ ഹൈനകൾ തയ്യാറാവുന്നില്ല. നമുക്ക് കുറച്ച് സമയം ഇവിടെ തന്നെ നിന്നിട്ട് സിംബ ചത്തു, അവനെ ഞങ്ങൾ തിന്നു എന്ന് നമുക്ക് അവിടെ പോയി പറയാം എന്നൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അവരവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ്. എന്നാൽ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. സിംബ അത് രാജരക്തമാണ്. അവൻ അങ്ങനെയൊന്നും ചാവത്തില്ല. അവനിപ്പോ ആ മലയിൽ ഒരു കല്ലിൽ നിൽക്കുകയാണ്. നൈസായിട്ട് അവൻ താഴേക്ക് ഇറങ്ങിയതിന് ശേഷം ആരും കാണാതെ വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നു.
ഇതേ സമയം തന്നെ സ്കാർ ആണെങ്കിൽ മുഫാസയുടെ പ്രൈഡിന്റെ അടുത്തേക്കാണ് ചെന്നിരിക്കുന്നത്. അതിനുശേഷം അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. മുഫാസയുടെ മരണം വളരെ ഭീകരമായൊരു ദുരന്തമായിരുന്നു. നമ്മുടെ പ്രൈഡ് കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും മഹാനായ നേതാവായിരുന്നു എന്റെ ചേട്ടൻ. ഒരു സഹോദരനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം ആഴമുള്ള ഒരു നഷ്ടമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? പിന്നെ നമ്മുടെ സിംബ, അവൻ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അവനെയും നമുക്ക് നഷ്ടപ്പെട്ടു. ഇതൊന്നും എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് കൃത്യസമയത്ത് ആ മലയിടുക്കിലെത്തി അവരെ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് മാത്രമാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ എനിക്കതിന് സാധിച്ചില്ല. അതുകൊണ്ട് വളരെയധികം ദുഃഖത്തോടെ ഞാൻ ആ തീരുമാനം എടുക്കുകയാണ്. ഇനി ഞാനാണ് ഈ സിംഹാസനത്തിൽ ഇരിക്കാൻ പോകുന്നത്. മുഫാസയും സിംബയും പോയി, അതുകൊണ്ട് എനിക്ക് ഈ സ്ഥാനം ഏറ്റെടുത്തേ പറ്റൂ. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും രാജാവ് ഞാനാണ്. പക്ഷേ ഈ ഒരു ഭാരം എനിക്ക് ഒറ്റയ്ക്ക് സഹിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ചില ആളുകളെയും കൂട്ടിന് വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്കാർ ഹൈനകളൊക്കെ അങ്ങോട്ട് വിളിക്കുകയാണ്. സ്കാറിന്റെ ആ തീരുമാനം കണ്ട് ബാക്കിയുള്ള സിംഹങ്ങളാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. ഇതേ സമയം ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നമ്മുടെ കുരങ്ങച്ചനും കുറച്ച് ദൂരെയായിട്ട് ഇരിക്കുന്നുണ്ട്. അത് നേരെ പോകുന്നത് നേരത്തെ വരച്ചു വെച്ച സിംബയുടെ പടത്തിന്റെ അടുത്തേക്കാണ്. സിംബ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് റാഫിക്ക് ആ ചിത്രം അങ്ങോട്ട് മായ്ച്ചു കളയാണ്. അങ്ങനെ സിംബ ഇപ്പൊ നടന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു മരുഭൂമിയിലാണ്. അതിലൂടെ അവനിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ നടന്നു കഴിയുമ്പോൾ അവൻ തളർന്ന് താഴേക്ക് വീഴാണ്. ഈ സമയത്താണ് കുറെ കഴുകന്മാർ അവന്റെ അടുത്തേക്ക് വരുന്നത്. അവനെ കൊത്തി തിന്നാനാണ് ആ കഴുകന്മാർ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ പെട്ടെന്നാണ് ഒരു കാട്ടുപന്നി അങ്ങോട്ട് ഓടി വരുന്നത്. വളരെ വേഗത്തിൽ ഓടി വന്നിട്ട് അത് ആ കഴുകന്മാരെ കിടിച്ചു തെറിപ്പിക്കുകയാണ്. ആ പന്നിയുടെ കൂടെ ഒരു കീരിയുണ്ട്. ഇവരൊരു ഡ്യുവൽ കോംബോ ആണ്. ഈ പന്നിയുടെ പേര് പൂമ്പ എന്നും കീരിയുടെ പേര് ടിമോൺ എന്നുമാണ്. ഈ സമയത്താണ് അവർ ആ സിംഹത്തിനെ കാണുന്നത്. ആദ്യം അത് പൂച്ചയാണ് എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ടിമോൺ അതിനെ പരിശോധിക്കുമ്പോൾ അത് സിംഹക്കുട്ടിയാണ് എന്നതിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ടിമോൺ അവിടെ നിന്ന് പേടിച്ചോടാൻ തുടങ്ങി. അത് കാണുമ്പോൾ, നീ എന്തിനാണ് ടിമോൺ ഈ ഓടുന്നത്? അത് കുഞ്ഞു സിംഹമല്ലേ, അവനെ നമുക്ക് നമ്മുടെ പക്ഷത്ത് നിർത്താം. അങ്ങനെ അവൻ വളർന്നു വലുതായി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ കൂടെ നിൽക്കാൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ആരും നമ്മളെ ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് ഈ സിംഹക്കുട്ടി നമ്മുടെ കൂടെ വളരട്ടെ എന്നാണ് പൂമ്പ പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും സിംബ എഴുന്നേറ്റിട്ടുണ്ട്. അവൻ അവരുടെ അടുത്ത് അവന്റെ വിഷമങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അതെല്ലാം കേൾക്കുമ്പോൾ, നീ ഇനി ഒരിക്കലും വിഷമിക്കരുത് സിംബ. ഒറ്റ കാര്യം നീ ഓർക്കുക, ഹക്കൂന മറ്റാറ്റ. ഇതെപ്പോഴും നിന്റെ മനസ്സിൽ വേണം. ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അതിന്റെ അർത്ഥം. എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരവനെങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. ഇനി അങ്ങോട്ട് സിംബ വളരാൻ പോകുന്നത് ഇവരുടെ കൂടെയാണ്. അങ്ങനെ അവനെയും കൊണ്ട് നേരെ പോകുന്നത് അവര് താമസിക്കുന്ന സ്ഥലത്തേക്കാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നത്. ചെറിയ ഒരുപാട് ജീവികൾ അവിടെയുണ്ട്. സിംഹം അങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ ആദ്യം അവർ പേടിക്കുമെങ്കിലും ഇനിയിപ്പോൾ അവൻ തങ്ങളുടെ കൂടെയാണ് നിൽക്കാൻ പോകുന്നതെന്ന് അറിയുമ്പോൾ അവർക്കും സന്തോഷമായി. ഇനിയിപ്പോൾ വേറൊരു ജീവിയെ അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ സിംബ അവരുടെ കൂടെ നിന്ന് ചെറിയ ചെറിയ പുഴുക്കളെയും മറ്റുമൊക്കെ തിന്ന് നല്ല സുഖമായിട്ട് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലക്രമേണ അവൻ വളർന്നു വലുതാവാൻ തുടങ്ങി. ഇന്നും അവൻ അവരെ വിട്ട് പോകുന്നില്ല. അവരെ കൂടെ തന്നെ ചെറിയ ജീവികളെയും തിന്ന് ആ മനോഹരമായ സ്ഥലത്ത് തന്നെയാണ് അവൻ ജീവിക്കുന്നത്. ഇതേ സമയം തന്നെ പ്രൈഡ് ലാൻഡിലാണെങ്കിൽ അവിടുത്തെ അവസ്ഥ ഇങ്ങനെ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വളരെ കുറച്ച് നാൽക്കാലികളേ ഉള്ളൂ. അവരെയും ആ സ്കാറും ഹൈനകളും കൂടെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം സാസു കാണുന്നുണ്ട്. കുറച്ചു സമയം അവിടെ നിന്നതിന് ശേഷം അത് വേഗം അവിടെ നിന്ന് പറന്നു പോവാണ്. ആ ഹൈനകളുടെ വേട്ടയും നോക്കിക്കൊണ്ട് നളയും അവിടെ ഇരിക്കുന്നുണ്ട്. അവളിപ്പോ വളർന്നു വലുതായിരിക്കുകയാണ്. അവരുടെ അടുത്തേക്കാണ് സാസു വരുന്നത്. സാസു പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പ്രൈഡ് ലാൻഡിന്റെ അവസ്ഥ വളരെ മോശമാണ്. ആകെ കുറച്ച് നാൽക്കാലികളെ ഇവിടെ ഉള്ളൂ. അവറ്റകളെയൊക്കെ ആ ഹൈനകൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സാസു പറയുന്നത്. ഈ സമയത്താണ് ആ ഹൈനകളും സ്കാറും കൂടെ അങ്ങോട്ട് വരുന്നത്. ആ ഏരിയയിൽ കണ്ടുപോകരുത് എന്ന കാര്യം അവർ സാസുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വരുന്നത് കാണുമ്പോൾ സാസു പേടിച്ച് അവിടെ നിന്ന് പറന്നു പോവുകയും ചെയ്യുന്നു. അങ്ങനെ സ്കാർ നേരെ പോകുന്നത് ആ പ്രൈഡ് റോക്കിന്റെ മുകളിലേക്കാണ്. അവന്റെ പുറകിലായിട്ട് വളരെ അഹങ്കാരത്തോടെ ആ ഹൈനകളും നടക്കുന്നുണ്ട്. അവർക്ക് ആ പ്രൈഡിന് ഇപ്പൊ പുച്ഛഭാവമാണ്. ഇതെല്ലാം കാണുമ്പോൾ നളയ്ക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യണം സറാബി, നമ്മൾ പോരാടണം എന്നാണ് അവളിങ്ങനെ പറയുന്നത്. ഇല്ല നള, സ്കാറാണ് ഇവിടുത്തെ രാജാവ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങളല്ലേ ഞങ്ങളുടെ റാണി, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഇനി കൂടുതൽ വൈകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടം വിടണം. നള വീണ്ടും പറയുന്നു. ഇല്ല നള, ഇതാണ് നമ്മുടെ വീട്. ഇവിടെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് ഒരിക്കലും പോകാൻ സാധിക്കത്തില്ല. നമ്മളെല്ലാവരും കൂടെ വേണം ഇവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ, അല്ലാതെ ഉപേക്ഷിക്കുകയല്ല വേണ്ടത് എന്നാണ് സെറാബി പറയുന്നത്. ഈ സമയത്താണ് സ്കാർ സെറാബി അവന്റെ അടുത്തേക്ക് വിളിക്കുന്നത്. സെറാബി ആണെങ്കിൽ പതുക്കെ അവന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. സ്കാർ ഇപ്പോ ഒരു പോത്തിനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ സെറാബി മടിച്ചു നിൽക്കുന്നത്? നീയും വന്ന് കഴിക്കേ, നല്ല രുചിയുണ്ട് ഇതിന്. നിങ്ങൾ കൂടുതലായിട്ട് വേട്ടയാടുന്നുണ്ട് സ്കാർ. നിങ്ങളുടെ ഈ വേട്ട കാരണം എല്ലാ ജീവികളും ചത്തോണ്ടിരിക്കുകയാണ്. ശരിയാണ്, എന്റെ ആർമിയെ വെച്ച് ഞാൻ എല്ലാ ജീവികളെയും കൊന്നു തിന്നാണ്. നിനക്ക് കണ്ടുകൂടെ, ഇവിടെ എന്നെ വെല്ലുവിളിക്കാൻ ആരുമില്ല. അവസാനം നമുക്ക് ഇഷ്ടമുള്ളത് എന്തും എടുക്കാമെന്നുള്ള നിലയിലായി. മുഫാസയുള്ളപ്പോ ഇങ്ങനെയായിരുന്നോ? അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമല്ല ഇവിടെ നടന്നുകൊണ്ടിരുന്നുള്ളൂ. അതിനെന്തായാലും എന്നെ കിട്ടത്തില്ല. പിന്നെ ഞാൻ നിന്നോട് മറ്റൊരു കാര്യം പറയാം. ഒരുപാട് കാലം മുമ്പ് നീ എനിക്ക് പകരം മുഫാസയാണ് തെരഞ്ഞെടുത്തത്. എന്നാൽ ഇപ്പോ ഞാനാണ് ഇവിടുത്തെ രാജാവ്. അതുകൊണ്ട് നീ വേണം എന്റെ റാണിയാവാൻ.
ഞാൻ നിന്റെ രാജ്ഞിയാവാനോ? ഒരിക്കലും നടക്കത്തില്ല സ്കാർ. ഞാൻ ഒരാളുടെ മാത്രം രാജ്ഞിയാണ്, അത് മുഫാസയാണ്. അവന്റെ 7 അയലത്ത് നിൽക്കാൻ പോലും നിനക്ക് യോഗ്യതയില്ല എന്നാണ് സറാബി പറയുന്നത്. ഓ അങ്ങനെയാണോ? എങ്കിൽ പിന്നെ ഈ കഴുതപ്പുലികളൊക്കെ കഴിച്ചതിന് ശേഷം നിങ്ങൾ സിംഹങ്ങൾ കഴിച്ചാൽ മതി. നിങ്ങൾക്കറിയാമല്ലോ, കഴുതപ്പുലികൾ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ബാക്കി വെക്കത്തില്ല. അവറ്റകളുടെ വയറങ്ങനെ നിറയത്തില്ല. എല്ലിൻ കഷ്ണം മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് സ്കാർ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ സ്കാർ അവിടെ നിന്ന് പോയി കഴിഞ്ഞ ഉടനെ തന്നെ കഴുതപ്പുലികളൊക്കെ അങ്ങോട്ട് ഓടി വന്ന് ബാക്കിയുള്ള ആ പോത്തിനെ കഴിക്കാൻ തുടങ്ങി. അതൊക്കെ നോക്കി നിൽക്കാൻ മാത്രമേ ബാക്കിയുള്ള സിംഹങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ. അങ്ങനെ സമയം രാത്രിയായപ്പോ എല്ലാവരെയും കബളിപ്പിച്ചിട്ട് നള അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. എന്നാൽ സറാബി അത് കണ്ടിട്ടുണ്ട്. അവള് പോയതുകൊണ്ട് തന്നെ സറാബി ശരിക്കും വിഷമത്തിലാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. സിംബയും കൂട്ടരും ഇപ്പൊ ഒരു സ്ഥലത്ത് കിടക്കുകയാണ്. അവർ നോക്കുമ്പോ മുകളിൽ ആകാശത്ത് കുറെ നക്ഷത്രങ്ങളെ കാണുന്നുണ്ട്. ഏയ് ടിമോൺ, നീ മുകളിലേക്ക് നോക്കിക്കേ, അവിടെ കുറെ കുത്തുകൾ കാണുന്നില്ലേ? അതൊക്കെ എന്താണ് സംഭവം എന്നാണ് പൂമ്പ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നത് വല്ല മിന്നാമിനുകളും ആയിരിക്കുമെന്നാണ് ടിമോൻ അതിന് മറുപടി പറയുന്നത്. ഈ സമയത്താണ് സിംബ അതിനെക്കുറിച്ച് അവരുടെ അടുത്ത് പറയുന്നത്. ഒരിക്കൽ ഒരാൾ എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുകളിൽ കാണുന്ന കുത്തുകളെല്ലാം കഴിഞ്ഞുപോയ കാലത്തെ മഹാന്മാരായ രാജാക്കന്മാരാണെന്ന്. അവർ മുകളിലിരുന്ന് നമ്മളെ നോക്കുന്നതാണ്. സിംബ അത്രയും പറഞ്ഞു കഴിയുമ്പോ പൂമ്പയ്ക്കാണെങ്കിൽ ചിരിയാണ് വരുന്നത്. അതെന്തായാലും കൊള്ളാം. എന്ത് പൊട്ടത്തരമാണ് സിംബ നീ പറയുന്നത്? രാജാക്കന്മാരോ? എന്റെ പൊന്നു രാജാക്കന്മാരെ അവിടെ പിടിച്ചിരുന്നോണേ, താഴേക്കൊന്ന് വീണ് കളയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പൂമ്പ ഇങ്ങനെ അവനെ കളിയാക്കാൻ തുടങ്ങി. അത് കാണുന്ന സിംബയാണെങ്കിൽ വളരെ വിഷമത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുകയാണ്. അവൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അവൻ അത്രയും കളിയാക്കേണ്ടിയില്ലായിരുന്നു എന്ന് പൂമ്പയ്ക്കും തോന്നുന്നുണ്ട്. അങ്ങനെ അവൻ ആകാശത്തെ ആ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കാൻ തുടങ്ങി. ഈ സമയം അവന്റെ ശരീരത്തിൽ നിന്നും ഒരു രോമം പറന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അത് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഒരു നദിയിലാണ് ചെന്ന് വീഴുന്നത്. അതിലേപ്പ് അതിങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ പോയി പല ജീവികൾ കൈമാറി ആ രോമം ഇപ്പോൾ ഉറുമ്പുകളുടെ അടുത്താണ് എത്തിയിരിക്കുന്നത്. അതിലൊരു ഉറുമ്പ് ആ രോമം എടുത്തിട്ട് കൂടുണ്ടാക്കാൻ വേണ്ടി ഒരു മരത്തിന്റെ മുകളിലേക്ക് കയറാണ്. ഈ സമയം റാഫിക്ക് അവിടെ നിൽക്കുന്നുണ്ട്. ആ രോമം കാണുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ അത് എടുക്കുകയാണ്. അത് സിംബയുടേതാണ് എന്ന കാര്യം റാഫിക്ക് മനസ്സിലായി. അപ്പൊ സിംബ ജീവനോടെയുണ്ട്. അവൻ വീണ്ടും ചെന്ന് ആ മരത്തിൽ സിംബയുടെ ചിത്രം വരയ്ക്കുകയാണ്. അതിനുശേഷം ആ മരത്തിന്റെ മുകളിലേക്ക് കയറി ഉറക്കെ ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. പൂമ്പയും ടിമോനും അവരുടെ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു സിംഹം അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ പൂമ്പയും ടിമോനും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. സിംഹമാണെങ്കിൽ അവരെ പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സിംഹം അവരുടെ അടുത്തെത്തുമ്പോഴേക്കും എന്റെ പിള്ളേരെ തൊടുന്നോടാന്നും പറഞ്ഞിട്ട് സിംഹ അങ്ങോട്ട് ചാടി വീഴാണ്. അതിനുശേഷം ആ സിംഹത്തിനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഫൈറ്റിന്റെ ഇടയിലാണ് അത് നളയായിരുന്നു എന്ന കാര്യം സിംഹ മനസ്സിലാക്കുന്നത്. സിംഹ ജീവനോടുണ്ടെന്ന് അറിയുമ്പോൾ നളയ്ക്കും ശരിക്കും സന്തോഷമായി. അങ്ങനെ അവിടെയുള്ള എല്ലാവരെയും പരിചയപ്പെട്ടതിന് ശേഷം നള സിംബയെ മാറ്റി നിർത്തിയിട്ട് ചില കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അവരുടെ ആ പ്രൈഡ് ലാൻഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നള അവന്റെ അടുത്ത് പറയുന്നത്. എന്നാൽ അവിടുത്തെ പ്രശ്നങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടും സിംബ വരാൻ കൂട്ടാക്കുന്നില്ല. അവിടുത്തെ രാജാവ് സ്കാറാണ്. എനിക്കെന്തായാലും അങ്ങോട്ട് വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ പോവാൻ നോക്ക് എന്നാണ് സിംബ പറയുന്നത്. അതെല്ലാം കേട്ട് വളരെ വിഷമത്തോടെയാണ് നള അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അങ്ങനെ സമയം രാത്രിയായി കഴിയുമ്പോൾ സിംബ ഇപ്പൊ കാട്ടിലൂടെ നടക്കുകയാണ്. ഈ സമയത്താണ് റാഫിക്ക് അവന്റെ അടുത്തേക്ക് വരുന്നത്. ഈ റാഫിക്ക് ആരാണ് എന്ന കാര്യമൊന്നും സിംബയ്ക്ക് അറിയത്തില്ല. റാഫിക്ക് അവന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. എല്ലാത്തിൽ നിന്നും നീ ഒളിച്ചോടാൻ ശ്രമിക്കുകയാണോ സിംബ? ഇങ്ങനെ ഒളിച്ചോടിയത് കൊണ്ട് നിന്റെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ നിനക്ക് ഉത്തരം കിട്ടുമോ? നീ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സിംബ, നീ യഥാർത്ഥത്തിൽ ആരാണെന്ന്? അതേ സിംബ, നിനക്ക് നീ ആരാണെന്ന് പോലും അറിയത്തില്ല. എന്നാ കേട്ടോ, നീ മുഫാസയുടെ മകനാണ്. അതറിയാമായിരുന്നിട്ടും നീ അറിയാത്ത പോലെയാണ് നടക്കുന്നത് എന്നൊക്കെയാണ് റാഫിക്ക് ഇങ്ങനെ പറയുന്നത്. അത് കേൾക്കുമ്പോ സിംബയ്ക്ക് ശരിക്കും അത്ഭുതമായി. നിനക്ക് എന്റെ അച്ഛനെ അറിയാമോ? അറിയാം സിംബ, എനിക്ക് നിന്റെ അച്ഛനെ അറിയാം. നിനക്ക് നിന്റെ അച്ഛനെ കാണണമെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് റാഫിക്ക് സിംബയെ കൊണ്ടുപോകുന്നത് ഒരു കായലിന്റെ തീരത്തേക്കാണ്. എന്നിട്ട് അവിടുത്തെ വെള്ളത്തിലേക്ക് നോക്കാനാണ് റാഫിക്ക് അവന്റെ അടുത്ത് പറയുന്നത്. എന്നാൽ സിംബയ്ക്ക് അവിടെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ റാഫിക്ക് ഉദ്ദേശിച്ചത് അവന്റെ ആ റിഫ്ലക്ഷനെയാണ്. നീ ശരിക്കും നോക്കൂ സിംബ, നിനക്ക് നിന്റെ അച്ഛനെ കാണാൻ സാധിക്കും റാഫിക്ക് വീണ്ടും പറയുന്നു. ഈ സമയം അവൻ നോക്കുമ്പോൾ അവന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുകളിലത്തെ മേഘത്തിൽ നിന്നും അവന്റെ അച്ഛൻ സംസാരിക്കാൻ തുടങ്ങി. അത് കണ്ട് സിംബയാണെങ്കിൽ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. സിംബ, നീ ഈ ജീവിതചക്രത്തിലെ നിന്റെ സ്ഥാനം ഏറ്റെടുക്കണം. ഇപ്പൊ നിനക്ക് അതിന് പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നിനക്ക് പറ്റത്തില്ല. നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നീ യഥാർത്ഥത്തിൽ ആരാണെന്ന് ഓർക്ക്. നീയാണ് യഥാർത്ഥ രാജാവ്. ഒരു രാജാവ് എന്ന നിലയിൽ എനിക്ക് ഏറ്റവും അഭിമാനം ഒറ്റ കാര്യത്തിലായിരുന്നു. അത് നീ എന്റെ മകനായിട്ട് ജനിച്ചതിലാണ്. നീ വിചാരിക്കുന്നത് പോലെ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോയിട്ടില്ല, ഒരിക്കലും പോവുകയുമില്ല. എപ്പോഴും ഒരേ ഒരു കാര്യം നീ ഓർത്താ മതി, യഥാർത്ഥത്തിൽ നീ ആരാണെന്ന്. എന്നിട്ട് വേഗം തിരിച്ചു പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ ശബ്ദം അവിടെ നിന്ന് അപ്രത്യക്ഷമാവാണ്. അവന്റെ അച്ഛന്റെ ആ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അവന്റെ ശരീരത്തിലേക്ക് വല്ലാത്തൊരു എനർജി കയറിയിട്ടുണ്ട്. ഈ സമയത്താണ് റാഫിക്ക് അവന്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്. ഇനി പറ സിംബ, നീ ആരാണ്?
ഞാൻ മുസാഫയുടെ മകനാണ് സിംബ എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ സ്ഥലത്തേക്ക് തിരിച്ചോടാൻ തുടങ്ങി. അവൻ ഓടുന്ന വഴി ആ മരുഭൂമിയിൽ വെച്ചിട്ട് നളയെ കണ്ടുമുട്ടുന്നുണ്ട്. നീ ഇത്ര സമയമായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളൂ പെണ്ണെ, വേഗന്റെ കൂടെ വന്നേ, നമുക്ക് തിരിച്ചു പോവാം എന്ന് പറഞ്ഞിട്ട് അവൻ അവളെയും കൂട്ടി വീണ്ടും ഓടുകയാണ്. അങ്ങനെ സിംബയും നളയും അവരുടെ ആ സ്ഥലത്തെത്തി. ആ പ്രൈഡ് ലാൻഡ് കണ്ട് സിംബയ്ക്ക് ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. കാരണം അത്രയും മോശം അവസ്ഥയിലാണ് ഇതിരിക്കുന്നത്. ഇവിടുത്തെ അവസ്ഥ ഇത്രയും മോശമാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു നള. ഇപ്പൊ നേരിട്ട് കണ്ടപ്പോൾ മനസ്സിലായില്ലേ ഇനി എന്താണ് നീ ചെയ്യാൻ പോകുന്നത്? ഒരിക്കൽ എന്റെ അച്ഛൻ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രകാശം പതിക്കുന്നത് എല്ലാം സംരക്ഷിക്കണമെന്ന്. ഞാൻ അതിനുവേണ്ടി യുദ്ധം ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് യുദ്ധം ചെയ്യും? അതുകൊണ്ട് ഞാൻ ഒരു അംഗത്തിന് ഒരുങ്ങാണ് എന്നാണ് സിംബ പറയുന്നത്. അത് കേൾക്കുമ്പോ അങ്ങനെയാണെങ്കിൽ ഞാനും നിന്റെ കൂടെ തന്നെയുണ്ട് സിംബ എന്നാണ് നള പറയുന്നത്. പക്ഷെ അത് നിനക്ക് വളരെ അപകടമായിരിക്കും സിംബ വീണ്ടും പറയുന്നു. അപകടമോ? അപകടത്തിന്റെ മുഖത്ത് നോക്കി ഞാൻ ചിരിക്കും എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും പൂമ്പയും ടിമോനും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഇനി എന്താണ് ആ ലാൻഡിൽ ചെയ്യേണ്ടത് എന്നൊക്കെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഈ സമയം തന്നെ ആ പ്രൈഡ് റോക്കിന്റെ മുകളിൽ നിന്നിട്ട് സ്കാർ ആണെങ്കിൽ സെറാബി എങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സെറാബി, എന്തിനാ നീ ഈ ഉപദ്രവമൊക്കെ ഇങ്ങനെ സഹിക്കുന്നത്? നീ എന്റെ രാജ്ഞിയായ മാത്രം മതി, നിനക്ക് സുഖമായിട്ട് ജീവിക്കാം. ഒരു യഥാർത്ഥ രാജാവിന് എന്താവാൻ കഴിയുമെന്ന് നിനക്ക് മനസ്സിലാക്കി തരാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല സ്കാർ, ഒരു യഥാർത്ഥ രാജാവിന്റെ ശക്തി അദ്ദേഹത്തിന്റെ സഹായാനുഭൂതിയാണ്. അത് നിനക്കില്ല. നീ വീണ്ടും എന്നോട് എതിർക്കാൻ നിൽക്കുകയാണോ? ഞാൻ മുസാഫയേക്കാൾ 10 ഇരട്ടി വലിയ രാജാവാണ്. ഇല്ല സ്കാർ, മുഫാസയെ വെച്ച് നോക്കുമ്പോ നീ ഒന്നുമല്ല എന്നാണ് സെറാബി അതിന് മറുപടി പറയുന്നത്. അത് കേൾക്കുന്ന സ്കാർ ആണെങ്കിൽ ദേഷ്യത്തോടെ അവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് ഒരു ഗർജനം. അത് സിംബയായിരുന്നു. അവൻ അങ്ങോട്ട് വന്നത് കാണുമ്പോൾ സ്കാർ ആണെങ്കിൽ പേടിച്ച് മാറി നിൽക്കുകയാണ്. സ്കാർ ആദ്യം വിചാരിച്ചത് അത് മുഫാസയാണെന്നാണ്. നീ എന്റെ അമ്മയെ തൊടാനായോ എന്ന് സിംബ ചോദിക്കുമ്പോഴാണ് അത് സിംബയാണ് എന്ന കാര്യം അവന് മനസ്സിലാവുന്നത്. അപ്പൊ സിംബ തിരിച്ചു വന്നു എന്ന് കാണുമ്പോൾ അവന്റെ അമ്മയ്ക്കും സന്തോഷമായി. അങ്ങനെ സിംബ വന്നതുകൊണ്ട് ബാക്കിയുള്ള സിംഹങ്ങളും അവന്റെ കൂടെ കൂടിയിരിക്കുകയാണ്. എന്നാൽ അത് കാണുമ്പോൾ സ്കാർ ആണെങ്കിൽ അവനെ തുറപ്പിച്ചിട്ട് ഇറക്കാൻ തുടങ്ങി. അവൻ കാരണമാണ് മുഫാസ കൊല്ലപ്പെട്ടത് എന്നാണ് സ്കാർ വിളിച്ചു പറയുന്നത്. എന്നാൽ യഥാർത്ഥ സത്യം അറിയാത്തോണ്ട് സിംബ അതിനെതിർത്തൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ കാരണമാണ് എന്റെ അച്ഛൻ മരിച്ചത് എന്ന് തന്നെയാണ് അവനിവിടെ പറയുന്നത്. പക്ഷെ അവർക്ക് ആർക്കും അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഈ സമയം സ്കാർ ആണെന്നുണ്ടെങ്കിൽ അവൻ ചെയ്ത തെറ്റുകൾ ഇങ്ങനെ പറഞ്ഞ് അവനിങ്ങനെ തളർത്താൻ തുടങ്ങി. സിംബയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ പുറകിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് സ്കാർ ശ്രമിക്കുന്നത്. അങ്ങനെ സ്കാർ മുഫാസയെ ചെയ്ത പോലെ തന്നെ സിംബയെയും ആ പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇടുകയാണ്. പക്ഷെ അവൻ താഴേക്ക് വീണിട്ടില്ല, അവൻ അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഈ സമയം അവന്റെ അടുത്ത് മാത്രം സ്കാർ ആ സത്യം വെളിപ്പെടുത്തുകയാണ്. അവനാണ് മുഫാസയെ കൊന്നത്. സ്കാർ അങ്ങനെ പറയുമ്പോൾ സിംബയ്ക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. ഒറ്റ ചാട്ടത്തിന് അത് സ്കാറിന്റെ മുഖത്തിന് പിടിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു ഗംഭീര ഫൈറ്റാണ്. അതിനിടയിൽ ഒരു മിന്നലുണ്ടായിട്ട് ആ പാറയുടെ താഴെ തീ പിടിച്ചിട്ടുണ്ട്. ആ പാറയുടെ മുകളിൽ നിന്നിട്ടാണ് ഹൈനകളും സിംഹങ്ങളും തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നത്. അങ്ങനെ കുറെ നേരം ഈ ഫൈറ്റ് നടക്കുന്നുണ്ട്. സ്കാർ എന്തൊക്കെ കാണിച്ചിട്ടും അവന് സിംബയെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. ഈ സമയം അവൻ അവന്റെ അടവ് മാറ്റാൻ തുടങ്ങി. അരുത് സിംബ, ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുത്. ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിച്ചത് ആ കഴുതപ്പുലികളാണ്. ആ വൃത്തികെട്ട ശവന്തീനികളാണ് ഇതിനെല്ലാത്തിനും കാരണം. ആ നികൃഷ്ട ജീവികളെ കൊല്ലാനാണ് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീയും അതിനെന്റെ കൂടെ നിൽക്കണം എന്നൊക്കെയാണ് സ്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവർ ഈ സംസാരിക്കുന്നൊക്കെ തൊട്ടപ്പുറത്തെ പാറയിൽ നിന്നും ആ കഴുതപ്പുലികളും കേൾക്കുന്നുണ്ട്. അങ്ങനെ സ്കാർ ഇങ്ങനെ സംസാരിക്കുന്ന കാണുമ്പോൾ സിംബയാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുകയാണ്. ഈ ഒരു അവസരം മുതലാക്കി സ്കാർ വീണ്ടും സിംബയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഇവിടെയും തോൽവി തന്നെയായിരുന്നു ഫലം. അങ്ങനെ ആ ഫൈറ്റിനൊടുവിൽ സ്കാർ ആ പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴാണ്. എന്നാൽ സ്കാർ താഴേക്ക് വീണെങ്കിലും അവൻ മരിച്ചിട്ടില്ല. അവൻ വീണ്ടും അവിടെ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങുമ്പോഴാണ് ആ ഹൈനാസ് ഒക്കെ അവന്റെ അടുത്തേക്ക് വരുന്നത്. ഓ, നിങ്ങൾ എത്തിയോ? എന്തായാലും കുറച്ച് സമയം നമുക്ക് വേണ്ടി വരും. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടി ഒരു സൈന്യത്തെ ഉണ്ടാക്കാം, എന്നിട്ട് ആ സിംഹക്കൂട്ടങ്ങളുടെ മുഴുവൻ പണിയും തീർക്കാം എന്നൊക്കെയാണ് സ്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനി നിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുമെന്നാണോ നിന്റെ വിചാരം? നീ എന്താ നേരത്തെ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞത്? ശവന്തീനികളെന്നോ? അത് ഞാൻ അവനെ ഫൂളാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത് നിങ്ങളിങ്ങനെ സീരിയസ് ആക്കല്ലേ? നമ്മൾ ഒരുമിച്ചാണ് ഈ സ്ഥലം ഭരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ തന്നെ വേണം. ഇല്ല സ്കാർ, ഞങ്ങൾ ഇനി നിന്റെ കൂടെ നിൽക്കത്തില്ല. നീ ഇതുവരെ പറഞ്ഞിട്ടുള്ളതിൽ ഒറ്റ കാര്യമേ സത്യമായിട്ടുള്ളൂ. നീ മുന്നേ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? കഴുതപ്പുലികളുടെ വയർ ഒരിക്കലും നിറയത്തില്ലാന്ന്. സത്യമാണ് സ്കാർ, ഞങ്ങളുടെ വയർ ഒരിക്കലും നിറയത്തില്ല. ഞങ്ങൾക്കിപ്പോ ശരിക്കും വിശക്കുന്നുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ ആഹാരം നീയാണ് എന്ന് പറഞ്ഞ് എല്ലാ ഹൈനകളും ചേർന്നിട്ട് സ്കാറിനെ കൊന്നു തിന്നാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിച്ചു. ഇനി ആ പ്രൈഡ് ലാൻഡിന്റെ രാജാവ് സിംബയാണ്. അവന്റെ റാണിയായിട്ട് നളയും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വിശേഷപ്പെട്ട ദിവസം വന്നിരിക്കുകയാണ്. അതിനുവേണ്ടി ആ പ്രൈഡ് റോക്കിന്റെ താഴെയായിട്ട് എല്ലാ മൃഗങ്ങളും കൂടിയിട്ടുണ്ട്. അതെ, സിംബയ്ക്കും നളയ്ക്കും ഒരു കുഞ്ഞുണ്ടായി. റാഫിക്ക് ഇപ്പോ ആ കുഞ്ഞിനെ പൊക്കിപ്പിടിച്ച് എല്ലാവർക്കും കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. രാജകുമാരനെ കണ്ട് ആ മൃഗങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ ആർപ്പ് വിളിക്കാൻ തുടങ്ങി. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റാണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.